അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത്വലാഖു മറത്താൻ ഫഇംസാകും ബിമഅറൂഫിൻ ഔ തസ്രീഹും ബിഇഹ്സാൻ വലാ യഹില്ലു ലക്കും അൻ തഅഖുദൂ മിമ്മാ ആതൈതുമൂഹുന്ന ശൈഅൻ ഇല്ലാ അൻ യഖാഫാ അല്ലാ യുഖീമാ ഹുദൂദല്ലാഹ് ഫഇൻ ഖിഫ്തും അല്ലാ യുഖീമാ ഹുദൂദല്ലാഹി ഫലാ ജുനാഹ അലൈഹിമാ ഫീമാ ഇഫ്തദത് ബിഹി തിൽക ഹുദൂദുല്ലാഹി ഫലാ തഅതദൂഹാ വമൻ യതഅദ്ദ ഹുദൂദല്ലാഹി ഫഉലൈക ഹുമുൽ ളാലിമൂൻ. സദഖല്ലാഹുൽ അലിയുൽ അലീം. സ്ത്രീകളോടുള്ള ബന്ധം, അവരോടുള്ള സമീപനം അതെപ്രകാരമായിരിക്കണം എന്ന് വിശദീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അള്ളാഹു ഈലായിനെക്കുറിച്ചും ത്വലാഖിനെക്കുറിച്ചും പറയുന്നത്. ഈലായി ചെയ്ത സ്ത്രീകളെ 4 മാസത്തിൻ്റെ ഉള്ളിൽ തിരിച്ചെടുക്കണം. ഇനി നിങ്ങൾ ത്വലാഖ് തന്നെ ഉദ്ദേശിക്കുകയാണെങ്കിൽ 4 മാസം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർ നിങ്ങളിൽ നിന്ന് മോചിതരാകും. അങ്ങനെ മോചിതരാകുന്ന മുത്തല്ലഖാത്ത്, വിവാഹമോചിതരായ സ്ത്രീകൾ 3 ഖുറൂ, 3 ശുദ്ധിക്കാലയളവിൽ അവർ വെയിറ്റ് ചെയ്യണം. അതവരുടെ വെയിറ്റിംഗ് പീരീഡാണ്, ഇദ്ദയാണ്. ആ കാലയളവിൽ തങ്ങൾ ഗർഭധാരിണികളാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞാൽ അക്കാര്യം അവർ മറച്ചു വെക്കാൻ പാടില്ല. ഇദ്ദാകാലത്ത് അവരെ തിരിച്ചെടുക്കാൻ ഭർത്താക്കന്മാർക്ക് അവകാശമുണ്ട്. അവർ നന്മ ഉദ്ദേശിക്കുകയാണെങ്കിൽ, രണ്ടുപേരും ഇസ്ലാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ അവർക്ക് വീണ്ടും യോജിക്കാം. ഭാര്യമാർക്ക് ഉത്തരവാദിത്തങ്ങളുള്ളതുപോലെ തന്നെ അവകാശങ്ങളുമുണ്ട്. എന്നാൽ ത്വലാഖിൻ്റെ അവകാശം ഭർത്താവിനാണ്. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, പുരുഷന്മാർക്ക് ഒരു ദറജയുണ്ട് സ്ത്രീകളുടെ മേൽ. വല്ലാഹു അസീസുൻ ഹക്കീം. അള്ളാഹു മൈറ്റിയാണ്, അവൻ ഹിക്മത്തുള്ളവനാണ്. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത്. പ്രധാനമായിട്ടും സ്ത്രീകളുടെ ഇദ്ദയുടെ വിഷയമാണ് പറഞ്ഞത്. 3 ഖുറൂ ആണ് ഇദ്ദ. ഗർഭധാരിണികളായ സ്ത്രീകളാണെങ്കിൽ അവരുടെ ഇദ്ദ പ്രസവിക്കുന്നത് വരെയാണ്. പ്രസവിക്കുന്നത് വരെ അവരെ ഒഴിവാക്കാൻ പാടില്ല. അവർക്ക് അവകാശപ്പെട്ടതൊക്കെ നൽകണം. പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടിയുടെ മുലയൂട്ടലുമായി ബന്ധപ്പെടുന്ന വിഷയം തുടർന്ന് വരുന്ന ആയത്തുകളിൽ പറയുന്നുണ്ട്. ഇന്ന് നമ്മൾ പാരായണം ചെയ്ത ആയത്തിലും തുടർന്ന് വരുന്ന ആയത്തുകളിലും അള്ളാഹു പറയുന്നത് തലാഖുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളാണ്. അള്ളാഹു പറയുന്നു, അത്വലാഖു മറത്താൻ, ത്വലാഖ് 2 തവണയാണ്. ഈ 2 തവണ ചെയ്യുന്ന ത്വലാഖിലും ഇദ്ദയുടെ കാലയളവിൽ ഭർത്താവിന് വേണമെങ്കിൽ ഭാര്യയെ തിരിച്ചെടുക്കാം. ഇദ്ദ കഴിഞ്ഞാൽ അവൾ മോചിതയായി, അവളെ തിരിച്ചെടുക്കാൻ കഴിയില്ല. ഇദ്ദയുടെ ഉള്ളിൽ ഭർത്താവിന് തിരിച്ചെടുക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അവളെ തിരിച്ചെടുക്കാം. പിന്നീട് 1 തവണ കൂടി ത്വലാഖ് ചൊല്ലിയാൽ ഇദ്ദയുടെ കാലയളവിൽ വേണമെങ്കിൽ അപ്പോഴും തിരിച്ചെടുക്കാം. അങ്ങനെ 2 തവണ ത്വലാഖ് ചൊല്ലിയാൽ, ത്വലാഖ് ചെയ്താൽ പിന്നെ ചാൻസ് കഴിഞ്ഞ്. 3ാമത്തെ തവണ ത്വലാഖ് ചൊല്ലുക വഴി തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധം അവൾ സ്വതന്ത്രയാകും. ഇദ്ദയുടെ കാലയളവിലും അവളെ തിരിച്ചെടുക്കാൻ കഴിയില്ല. അതാണ് അള്ളാഹു പറഞ്ഞത്, അത്വലാഖു മറത്താൻ, തിരിച്ചെടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ത്വലാഖ് 2 തവണയാണ്. കർമ്മശാസ്ത്രത്തിൻ്റെ സാങ്കേതിക പദത്തിൽ റജഈയായ ത്വലാഖ് എന്നാണ് അതിന് പറയുക, തിരിച്ചെടുക്കാൻ കഴിയുന്ന ത്വലാഖ്. അത്തരത്തിലുള്ള ത്വലാഖ് 2 തവണയാണ്. 3ാമത്തെ തവണ ത്വലാഖ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ കഴിയില്ല. അതിനെ ബാഇനായ ത്വലാഖ് എന്നാണ് സാങ്കേതികമായിട്ട് പറയുന്നത്, തിരിച്ചെടുക്കാൻ കഴിയാത്ത ത്വലാഖ്. ആദ്യ 2 ത്വലാഖിന് ശേഷവും വേണമെങ്കിൽ നല്ല രീതിയിൽ അവരെ തിരിച്ചെടുക്കാം. ഫഇംസാകും ബിമഅറൂഫിൻ ഔ തസ്രീഹും ബിഇഹ്സാൻ, മഅറൂഫ് അനുസരിച്ചുകൊണ്ട് അവരെ കൂടെ നിർത്താം. ഔ തസ്രീഹും ബിഇഹ്സാൻ, അല്ലെങ്കിൽ ഇഹ്സാനോടുകൂടെ അവരെ നിങ്ങൾക്ക് പറഞ്ഞു വിടാം. ഇവിടെ 2 പദങ്ങളും വളരെ ശ്രദ്ധേയമാണ്. മഅറൂഫോടുകൂടെ അവരെ പിടിച്ചു നിർത്താം, അവരെ കൂടെ നിർത്താം. അല്ലെങ്കിൽ ഇഹ്സാനോടുകൂടെ അവരെ നിങ്ങൾക്ക് ഒഴിവാക്കാം. മഅറൂഫിനെക്കുറിച്ച് മുമ്പും നമ്മൾ പറഞ്ഞതാണ്. ഇബ്നു ആഷൂർ റഹ്മഹുല്ലാഹ് പറയുന്നുണ്ട്, വൽ മഅറൂഫു ഹുന ഹുവ മാ അറഫഹു നാസു ഫി മുആമലാത്തിഹിം മിനൽ ഹുഖൂഖ് അല്ലത്തി ഖററഹൽ ഇസ്ലാമു ഔ ഖററത്ഹൽ ആദാത്തുല്ലത്തി ലാ തുനാഫി അഹ്കാമൽ ഇസ്ലാം.
ഇവിടെ മഅറൂഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ലാം അനുവദിച്ച് നൽകിയ, ഇസ്ലാം നിർബന്ധമാക്കിയ എല്ലാ അവകാശങ്ങളുമാണ്, എല്ലാ കാര്യങ്ങളുമാണ്. ജനങ്ങൾക്കറിയാവുന്ന ഇസ്ലാം നിയമമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഔ ഖറർത്ത് ഹൽ ആദാത്ത് അല്ലത്തി ലാ തുനാഫി അഹ്കാം അൽ ഇസ്ലാം, ഇസ്ലാമിന് വിരുദ്ധമല്ലാത്ത നാട്ടുനടപ്പനുസരിച്ച്, ആദത്തനുസരിച്ചൊക്കെയുള്ള നല്ല കാര്യങ്ങളാണ്. എല്ലാവരും കോമൺലി റെക്കഗ്നൈസ് ചെയ്യുന്ന, നല്ലതാണ് എന്ന് പൊതുവെ പറയുന്ന അത്തരം കാര്യങ്ങൾക്കാണ് മഅറൂഫ് എന്ന് പറയുന്നത്. ഇസ്ലാം ഒരു കാര്യത്തിൽ ഒരു വിധി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് മഅറൂഫ്. അതിനെ ഓവർകം ചെയ്യുന്ന രീതിയിലുള്ള കസ്റ്റംസോ കൾച്ചറലായിട്ടുള്ള രീതികളോ ഒന്നും പാടില്ല. ഇസ്ലാം നൽകിയ നിയമമാണ് മഅറൂഫിൽ ഒന്നാമതായിട്ട് വരുന്നത്. അതിനു പുറമെ ജനങ്ങൾ കോമൺലി അംഗീകരിച്ചിരിക്കുന്ന നല്ല കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് അവരെ പിടിച്ചു നിർത്താം, അവരെ കൂടെ നിർത്താം. അല്ലെങ്കിൽ അവരെ പറഞ്ഞു വിടാം, ഇഹ്സാനോടെ പറഞ്ഞു വിടാം. ഇഹ്സാൻ എന്നത് മഅറൂഫിനേക്കാൾ വലുതാണ്. അവരെ പറഞ്ഞു വിടുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ പറഞ്ഞു വിടണം. ഏറ്റവും പെർഫെക്റ്റായ രീതിയിൽ നിങ്ങൾക്ക് അവരെ പറഞ്ഞു വിടാം. അതെങ്ങനെയാണ് എന്ന് 231 ആയത്തിൽ അള്ളാഹു കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ സൂറ അൽ അഹ്സാബിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. തുടർന്ന് അള്ളാഹു പറയുന്നു, വലാ യഹില്ലു ലക്കും അൻ തഅഖുദു മിമ്മാ അത്തൈതുമുഹുന്ന ഷൈഅ, നിങ്ങൾ അവർക്ക് നൽകിയ ഒന്നും തിരിച്ചെടുക്കാൻ പാടില്ല, ഒരൊറ്റ സിറ്റുവേഷനിലൊഴികെ. ഇല്ലാ യഖാഫ അല്ലാ യുഖീമ ഹുദൂദ് അല്ലാഹ്, നിങ്ങൾ രണ്ടുപേരും അള്ളാഹുവിൻ്റെ പരിധികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നല്ല ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുറപ്പില്ല. നിങ്ങൾ അക്കാര്യത്തിൽ ഭയപ്പെടുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഭാര്യമാരുടെ മഹർ തിരിച്ചു വാങ്ങാം. അതിനെക്കുറിച്ച് അള്ളാഹു പറയുന്നു, ഫൈൻ ഖിഫ്തും അല്ലാ യുഖീമ ഹുദൂദ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ ഹുദൂദ്, അള്ളാഹുവിൻ്റെ പരിധികൾ, അതിനെ കീപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ. ഇവിടെ ഇൻ ഹിഫ്തും എന്ന് പറഞ്ഞത്, നിങ്ങളെന്ന് പറഞ്ഞത് ഭാര്യാഭർത്താക്കന്മാരെ ഉദ്ദേശിച്ചും അല്ലെങ്കിൽ അവരുടെ ബന്ധുമിത്രാദികളെയും മൊത്തം സമൂഹത്തെയും ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ടാകാം. അവർക്ക് അള്ളാഹുവിൻ്റെ പരിധിക്കുള്ളിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതാണ് നിങ്ങളുടെ തോന്നലെങ്കിൽ, നിങ്ങൾ അത്തരത്തിൽ ഭയപ്പെടുകയാണെങ്കിൽ ഫലാ ജുനാഹ അലൈഹിമ, അവർ രണ്ടുപേരുടെ ഇടയിലും തെറ്റില്ല. അഥവാ അവർ ചെയ്യേണ്ടതെന്താണ്? ഫി മഫ്തദത്ത് ബിഹി, അവൾ ഫിദിയ നൽകുന്ന കാര്യത്തിൽ തെറ്റില്ല. അവൾ ഫിദിയ നൽകുകയാണ് വേണ്ടത്. അവൾ തിരിച്ച് മഹർ വിട്ടുകൊടുത്തുകൊണ്ട് വിവാഹമോചനം ആവശ്യപ്പെടുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല. അതിനെയാണ് സാങ്കേതികമായിട്ട് ഖുൽഅ എന്ന് പറയുന്നത്. മഹർ തിരിച്ചു കൊടുത്തുകൊണ്ട് വിവാഹമോചനം ആവശ്യപ്പെടുക. അങ്ങനെ ഭാര്യ വിവാഹമോചനം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ, ഭർത്താവ് അത് സമ്മതിച്ചാൽ, പിന്നെ ഭർത്താവിന് തിരിച്ചെടുക്കാൻ കഴിയില്ല. തിരിച്ചെടുക്കാൻ കഴിയാത്ത ത്വലാഖ് പോലെയാണ്. ത്വലാഖല്ല, അത് ഖുൽ ആണ്. ഭാര്യയെ പിന്നെ തിരിച്ചെടുക്കാൻ കഴിയില്ല. തിൽക ഹുദൂദുല്ലാഹ്, ഇത് അള്ളാഹുവിൻ്റെ പരിധിയാണ്. ഫലാ തഅതദുഹ, അള്ളാഹുവിൻ്റെ പരിധിയെ നിങ്ങൾ ലംഘിക്കരുത്. വമൻ യതഅദ്ദ ഹുദൂദല്ലാഹി ഫഉലൈക ഹുമുൽ ളാലിമൂൻ, അള്ളാഹുവിൻ്റെ പരിധിയെ മറികടക്കുന്നവൻ ഫൗലായിക ഹുമുൽ ളാലിമൂൻ, അവരാണ് അക്രമകാരികൾ. ത്വലാഖിൻ്റെയും ഖുൽഇൻ്റെയും ശരിയായ രീതിയാണ് അള്ളാഹു ഈ ആയത്തിൽ വിശദീകരിച്ചത്. ത്വലാഖ് 2 തവണയാണ്, അഥവാ തിരിച്ചെടുക്കാൻ പറ്റുന്ന ത്വലാഖ് 2 തവണയാണ്. ഇദ്ദ കാലയളവിൽ തിരിച്ചെടുക്കാം. 3-ാമത്തെ തവണ ത്വലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് അടുത്ത ആയത്തിൽ പറയുന്നുണ്ട്. അള്ളാഹു നിർദ്ദേശിച്ച പ്രകാരം ഘട്ടം ഘട്ടമായിട്ട് ചെയ്യുന്ന ത്വലാഖിനെ സുന്നിയായ ത്വലാഖ് എന്നാണ് സാങ്കേതികമായിട്ട് പറയുന്നത്. ഇസ്ലാമിക ചര്യപ്രകാരം അള്ളാഹു നിർദ്ദേശിച്ച പ്രകാരമുള്ള യഥാർത്ഥ ത്വലാഖ്. എന്നാൽ അള്ളാഹു നിർദ്ദേശിച്ച ഈ ത്വലാഖിന് വിരുദ്ധമായിട്ട്, സുന്നിയായ ഈ ത്വലാഖിന് വിരുദ്ധമായിട്ട്, ഒറ്റയടിക്ക് 3 തവണ ഭാര്യയോട് നീ മോചിതയാണ്, നീ ത്വലാഖ് ചൊല്ലപ്പെട്ടവളാണ് എന്ന് പറഞ്ഞുകൊണ്ട് 3 ത്വലാഖും ഒന്നിച്ച് ചെയ്യുന്ന ഒരു സമ്പ്രദായവും നിലനിന്നിരുന്നു. അതിനെ സാങ്കേതികമായിട്ട് ബിദ്ഇയായ ത്വലാഖ് എന്നാണ് പറയുന്നത്. അതേപോലെ ആർത്തവകാലത്ത് സ്ത്രീയെ ത്വലാഖ് ചൊല്ലുന്നതിനെയും ബിദ്ഇയായ ത്വലാഖ് എന്നാണ് പറയുന്നത്. പ്രവാചകൻ പഠിപ്പിച്ചത് ആർത്തവമില്ലാത്ത സമയത്ത് സ്ത്രീകളെ ത്വലാഖ് ചൊല്ലാനാണ്. ആർത്തവകാലത്ത് ത്വലാഖ് ചൊല്ലുന്നത് ബിദ്ഇയായ ത്വലാഖാണ്. അത് വെറുക്കപ്പെട്ടതാണ്, കുറ്റകരമായ ത്വലാഖാണ്. അതുപോലെ തന്നെ 3 ത്വലാഖും ഒന്നിച്ച് ചെയ്യുന്നതും വെറുക്കപ്പെട്ട കാര്യമാണ്.
ആർത്തവക്കാരിയെ ത്വലാക്ക് ചെയ്യുന്നത് വെറുക്കപ്പെട്ട കാര്യമാണെങ്കിലും കുറ്റകരമായ കാര്യമാണെങ്കിലും ത്വലാക്ക് സംഭവിക്കുമെന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് വ്യത്യസ്ത അഭിപ്രായമില്ല. അതേസമയം ഒരാൾ 3 ത്വലാക്കും ഒന്നിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ത്വലാക്കാണോ അതോ 3 ത്വലാക്കായിട്ട് പരിഗണിക്കുമോ എന്ന വിഷയത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാം. ഇബ്നു ആഷൂർ റഹ്മഹുല്ല അതിനെക്കുറിച്ച് പറയുന്നു, വഖദ് ഇഖ്തലഫൽ ഉലമാ ഉൽ ഇസ്ലാമി ഫീമാ യൽസമു മൻ തലഫ്ഫള ബി ത്വലാഖി സലാത്ത് ഫി ത്വൽഖത്തിൻ ലൈസത്ത് സാലിസ. ഒരാൾ 3 ത്വലാക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നായിട്ടാണോ മൂന്നായിട്ടാണോ വരിക എന്നുള്ള കാര്യത്തിൽ പണ്ഡിതന്മാർക്ക്, ഇസ്ലാമിലെ പണ്ഡിതന്മാർക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ഫഖാലൽ ജുംഹൂർ, ഭൂരിപക്ഷ പണ്ഡിതന്മാരും, അതിൽ 4 കർമ്മശാസ്ത്ര മദ്ഹബിലെയും പ്രബലമായ അഭിപ്രായവും ഇങ്ങനെയാണ്: യൽസമുഹു സലാസു അഖദം ബിമാ ഖലാബിഹി ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. 3 ത്വലാക്കും ഒന്നിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൂന്നായിട്ട് തന്നെയാണ് പരിഗണിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ വിധിച്ചതുകൊണ്ടാണ്. വതഅയ്യദ ഖലാഉഹു ബി സുകൂത്തി സ്വഹാബത്തി ലം യുഗയ്യിറു അലൈഹി ഫഹുവ ഇജ്മാഉൻ സുക്കൂത്തിയുൻ. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ വിധിച്ചപ്പോൾ സ്വഹാബികളൊന്നും അതിനെ എതിർത്തില്ല. അവർ സൈലൻ്റ്ലി അതിന് കൺസെൻറ്റ് കൊടുത്തു. അവരുടെ സൈലൻ്റായ കൺസെൻസ്, അവരുടെ നിശബ്ദമായ സമ്മതം, അത് ഈ വിഷയത്തിലുള്ളത് കൊണ്ട് സുക്കൂത്തിയായ, സൈലൻ്റായ ഇജ്മാ ആണത്, സുക്കൂത്തിയായ ഒരു കൺസെൻസാണിത്. അതുകൊണ്ട് ത്വലാക്ക് 3ആയിട്ടാണ് പരിഗണിക്കുക എന്നതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായം. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജഡ്ജ്മെൻറ്റിന് പുറമെ മറ്റൊരടിസ്ഥാനം ബിനാ അന്നല തഷ്ബീഹി ത്വലാഖ ബിൻ നുദൂരി വല്ലൈമാൻ, ത്വലാഖിനെ സത്യം ചെയ്യലുമായിട്ടും നേർച്ചയായിട്ടും അവർ സദൃശ്യപ്പെടുത്തിയത് കൊണ്ടാണ്. നേർച്ച പോലെയാണ്, അല്ലെങ്കിൽ സത്യം ചെയ്യൽ പോലെയാണ് ത്വലാഖ്. യൽസമുൽ മുക്കല്ലഫ ഫീമ മൽതസമഹു, ഒരാൾ അദ്ദേഹത്തിൻ്റെ മേൽ ബൈൻഡിങ് ആക്കുന്നതാണല്ലോ സത്യം ചെയ്യൽ. അതുപോലെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അയാളുടെ മേൽ ബൈൻഡിങ് ആയിട്ട് മാറി. 3 തവണ പറഞ്ഞു കഴിഞ്ഞാൽ 3 തവണ അതിൻ്റെ എഫക്റ്റ് ഉണ്ടായി. അങ്ങനെ സത്യം ചെയ്യലുമായിട്ടും നേർച്ച ചെയ്യലുമായിട്ടുമൊക്കെ ത്വലാഖിനെ സദൃശ്യപ്പെടുത്തിയത് കൂടെ കൊണ്ടാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരും ഇങ്ങനെ വിധി നൽകിയത്. എന്നിട്ട് ഇബ്നു ആഷൂർ റഹ്മഹുല്ല പറയുന്നു, വലാ ഖിലാഫ ഫി അന്ന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലാ ബിദാലിക വലം യുൻകിർ അലൈഹി അഹദ്. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ വിധി നൽകിയെന്നും സ്വഹാബാക്കൾ ആരും അതിനെ എതിർത്തില്ല എന്നുമുള്ള വിഷയത്തിലൊന്നും ആർക്കും വ്യത്യസ്ത അഭിപ്രായമില്ല. എന്നാൽ വലാകിന്നഹു ഖലാ ബിദാലിക അൻ ഇജ്തിഹാദിൻ ഫഹുവ മദ്ഹബുല്ലഹു, അത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വന്തം ഇജ്തിഹാദാണ്, അത് അദ്ദേഹത്തിൻ്റെ മദ്ഹബാണ്. വ മദ്ഹബു സ്വഹാബി ലാ യഖൂമു ഹുജ്ജത്തൻ അലാ ഗൈരിഹി, ഒരു സ്വഹാബിയുടെ മാത്രം മദ്ഹബ് മറ്റുള്ള ആളുകൾക്ക് പ്രമാണമല്ല. വമാ അയ്യദൂഹു ബിഹി മിൻ സുക്കൂത്തി സ്വഹാബത്തി ലാ ദലീല ഫിഹി, സ്വഹാബികളുടെ സൈലൻ്റായ കൺസെൻസ് ഉണ്ട് എന്നുള്ളത് ഈ വിഷയത്തിലുള്ള തെളിവല്ല. കാരണം ലിഅന്നൽ ഇജ്മാ സുക്കൂത്തി, ഇങ്ങനെ സൈലൻ്റായ കൺസെൻസ്, സുക്കൂത്തിയായ ഇജ്മാ ലൈസ ബി ഹുജ്ജത്തിൻ ഇൻദ നഹാരീരി മിനൽ അയിമ്മ, വലിയ വലിയ ഇമാമുകൾക്ക്, പ്രബലരായ ഇമാമുകളുടെ അടുക്കൽ അതൊന്നും പ്രമാണമല്ല. മിഥിൽ ഷാഫി, ഇമാം ഷാഫിയെ പോലെയുള്ള, വൽ ബാഖില്ലാനി വൽ അസാലി വൽ ഇമാമി റാസി, ഇമാം റാസിയെപ്പോലെ, അസാലിയെപ്പോലെ, ബാഖില്ലാനിയെപ്പോലെ, ഇമാം ഷാഫിയെ പോലെയുള്ള ആളുകൾക്കൊന്നും സുക്കൂത്തിയായ ഇജ്മാ പ്രമാണമല്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഫഹാദ ലൈസ മിനൽ ഇജ്മാഇ അല്ലദീ ലാ തജൂസു മുഖാലഫത്തുഹു, ഭിന്നിക്കാൻ പാടില്ലാത്ത വിധത്തിലുള്ള ഇജ്മാ അല്ല ഇത്. ചില ഇജ്മാ ഉണ്ട്, അത് അങ്ങനെ തന്നെ എല്ലാ തലമുറയും അംഗീകരിക്കണം. എന്നാൽ ഈ സുക്കൂത്തിയായ ഇജ്മാ പിന്നീട് ഭിന്നിക്കാൻ പാടില്ലാത്ത വിധത്തിലുള്ള ഇജ്മാ അല്ല. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് എല്ലാ കർമ്മശാസ്ത്ര മദ്ഹബുകളുടെയും പ്രബല വീക്ഷണമായി മാറിയ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വിധിയോട് വിയോജിച്ചിരുന്ന സ്വഹാബികളും താബിഈങ്ങളും അനേകം ഇമാമുകളും ഉണ്ടായിട്ടുണ്ട്. ഇബ്നു ആഷൂർ റഹ്മത്തുള്ളാഹി പറയുന്നു, വഖാല അലി ഇബ്നു അബി ത്വാലിബ്, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അതുപോലെ ഇബ്നു മസ്ഊദ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, സുബൈർ ഇബ്നുൽ അവ്വാം, മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ്, ഹജ്ജാജ് ഇബ്നു അസ്താത്ത്, ത്വാവൂസ്, ഇങ്ങനെ പ്രബലരായ ചില സ്വഹാബികളും താബീ പണ്ഡിതന്മാരും ഉൾപ്പെടെ വല്ലാഹിരിയത്തു, ലാഹിരി മദ്ഹബുകാർ, ജമാഅത്തുൻ മിൻ മാലിക്കിയത്തിൽ അന്ദുലൂസ്, അന്ദുലൂസിലെ സ്പെയിനിലുള്ള മാലിക്കി പണ്ഡിതന്മാരിൽ ഒരു കൂട്ടം ആളുകളും. അവരുടെ ലിസ്റ്റ് അദ്ദേഹം പറയുന്നുണ്ട്. കാരണം ഇബ്നു ആഷൂർ റഹ്മത്തുള്ളാഹി ഒരു മാലിക്കി പണ്ഡിതനാണ്.
ഇവരൊക്കെയും അഭിപ്രായപ്പെട്ടത്, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ വീക്ഷണം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വിധിക്ക് വിപരീതമായിട്ടാണ്. പിന്നെ അദ്ദേഹം പറയുന്നു, ഇവർക്കൊക്കെ പുറമെ വഖാല ഇബ്നു തൈമിയ മിനൽ ഹനാബില, ഹംബലി മദ്ഹബിൽ നിന്നും ഇബ്നു തൈമിയ റഹ്മഹുള്ള ഇവരൊക്കെയും പറയുന്നത് ഇന്ന ത്വലാഖ സലാത്തി ഫി കലിമത്തിൻ വാഹിദ ലാ യക്കൗ ഇല്ല ത്വൽഖത്തൻ വാഹിദ. 3 തവണ ഒരൊറ്റ പറച്ചലിൽ ത്വലാഖ് പറഞ്ഞു കഴിഞ്ഞാൽ, ത്വലാഖ് ചൊല്ലിയെന്ന് 3 തവണ ആവർത്തിച്ച് പറഞ്ഞാൽ അത് ഒരൊറ്റ ത്വലാഖ് മാത്രമേ ആകുന്നുള്ളൂ. വഹുവ അൽ അർജഹു മിൻ ജിഹത്തിൻ നളരി വൽ അസർ. ഇബ്നു അശൂർ റഹ്മത്തുള്ള പറയുന്നു, യുക്തിയുടെയും പ്രമാണങ്ങളുടെയും വെളിച്ചത്തിൽ നോക്കുമ്പോൾ ഇതാണ് ഏറ്റവും ശരിയായിട്ടുള്ളത്. തുടർന്ന് വരുന്ന ആയത്തുകളിലും ത്വലാഖിനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.